പ്രിയമുള്ളവരെ, വചനജ്വാല 1629 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 15 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചനവായനയിൽ ജെറമിയായുടെ പുസ്തകം 9-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവന്റെ പുറകെ നടന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റിക്കുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. അവരോ അവരുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ ഇടയിലേക്ക് ഞാൻ അവരെ ചിതറിക്കും. അവർ നിശേഷം നശിക്കുന്നതുവരെ വാൾ അവരെ പിന്തുടരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിലാപക്കാരികളെ വരുത്തുവിൻ, അതിൽ സമർത്ഥരായ സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ. അവർ തിടുക്കത്തിലെത്തി നമുക്ക് വേണ്ടി വിലപിക്കട്ടെ. അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയ്ക്കട്ടെ, കൺപോളകൾ കവിഞ്ഞൊഴുകട്ടെ. ഇതാ സിയോനിൽ നിന്ന് ഒരു വിലാപസ്വരം, നാം നശിച്ചു, നാം അത്യന്തം ലജ്ജിതരായിരിക്കുന്നു. അവർ നമ്മുടെ വീടുകൾ നശിപ്പിച്ചു, നാട് നമ്മൾ ഉപേക്ഷിച്ചു. സ്ത്രീകളെ, കർത്താവിന്റെ വാക്കു കേൾക്കുവിൻ, അവിടുന്ന് പറയുന്നത് ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ പുത്രിമാരെ വിലാപഗാനം പഠിപ്പിക്കുവിൻ. ഓരോരുത്തരും അയൽക്കാരിയെ ചരമഗീതം അഭ്യസിപ്പിക്കട്ടെ. മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു. നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. തെരുവുകളിൽ കുട്ടികളും പൊതുസ്ഥലങ്ങളിൽ യുവാക്കളും മരിച്ചു വീഴുന്നു. പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യരുടെ മൃതദേഹങ്ങൾ മൈതാനത്തിൽ വീഴുന്ന ചാണകം പോലെയും കൊയ്ത്തുകാരന്റെ കയ്യിൽ നിന്ന് പൊഴിയുന്ന കതിർമണി പോലെയും നിപതിക്കും. ആരും അവ ശേഖരിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ, ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. ഈജിപ്ത്, യൂദ, ഏദോം, അമ്മോന്യർ, മോവാബ്യർ, ചെന്നിപടിച്ച മരുഭൂമിവാസികൾ ഇവരെല്ലാം അപരിച്ഛേദിതരാണ്. ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിച്ഛേദിതരാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ഫൗസ്തീനോസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. അഡ്രിയൻ ചക്രവർത്തിയുടെ മതപീഡനം നടക്കുന്ന കാലത്ത്
ബ്രേഷ്യയിലെ മത്രാൻ ഒളിവിലായിരുന്നപ്പോൾ സഹോദരന്മാരായ ഫൗസ്തീനീസും ജോവിറ്റായും ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കൊണ്ടിരുന്നു. അവരുടെ തീഷ്ണത വിജാതീയരെ ജ്വലിപ്പിച്ചു. അജിരേണ പ്രസ്തുത കോപം രണ്ട് സഹോദരന്മാരുടെയും മഹത്വമേറിയ രക്തസാക്ഷിത്വത്തിനെ വഴിതെളിച്ചു. പലവിധ മർദ്ദനങ്ങളും ഭീഷണികളും പ്രയോഗിച്ചിട്ടും അവരെ മാനസാന്തരപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ഫൗസ്തീനൂസിനെയും ജോവിറ്റായുടെയും ശിരസ് ഛേദിക്കാൻ ഉത്തരവായി. 121 നൂറ്റാണ്ടിലാണ് ഇരുവരുടെയും രക്തസാക്ഷിത്വം. ബ്രേഷ്യ നഗരത്തിന്റെ പ്രധാന മധ്യസ്ഥരാണ് ഇരുവരും. ഒരു പ്രാചീന ദേവാലയത്തിൽ ഇവരുടെ സ്മരണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ചൈതന്യം നിലനിർത്തിയ സഹോദര രക്തസാക്ഷികളുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.